PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ ടെലഗ്രാമിൽ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് നമ്മൾ രാത്രി മെൻഷൻ ചെയ്യും. പിറ്റേ ദിവസം കാലത്ത് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എക്സാംസ് മുതൽ 2022 വരെയുള്ള വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സിലബസ് പ്രകാരം നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള PYQ ഡിസ്കഷൻ രാത്രി 8 മണിക്ക് നമ്മൾ ചെയ്യുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ന്യൂ SCRTയുടെ ക്ലാസ്സുകൾ, അതുപോലെ കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും നമ്മുടെ കൂടെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. നമ്മൾ 2-3 ക്ലാസ്സുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റാങ്കിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? പ്രൊനൗൺ എന്ന് പറയുന്ന ഭാഗം, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ പ്രൊനൗൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേഴ്സണൽ പ്രൊനൗൺ എന്താണ്, പൊസസീവ് പ്രൊനൗൺ എന്താണ്, റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്താണ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അപ്പോൾ അത് നമുക്ക് ചോദ്യം വരുന്ന ഭാഗമാണ് റിലേറ്റീവ് പ്രൊനൗൺ. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു 2 ക്ലാസ് കൊണ്ട് പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത്രത്തോളം കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആദ്യം നോക്കാം. നോട്ട് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെ ആപേക്ഷിക സർവനാമം എന്നാണ് പറയുക. എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ? ആപേക്ഷിക സർവനാമം. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? എന്താണ് ഈ റിലേറ്റീവ് പ്രൊനൗൺ? അതായത് 2 സെൻറ്റൻസുകളെ തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആ സെൻറ്റൻസിലെ ഒരു നൗണിനോ അല്ലെങ്കിൽ പ്രൊനൗണിനോ ഒക്കെ പകരമായിട്ട് 2 സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നൗണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊനൗണാണ് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, 2 സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രൊനൗണാണ് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് 6 റിലേറ്റീവ് പ്രൊനൗണിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, 6 എണ്ണം. ആ 6 എണ്ണം ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യത്തേത് ഹൂ, ഹൂ. രണ്ടാമത്തേത് ഹൂം, ഹൂം. 3 ഹൂസ്, ഹൂസ്. 4 ദാറ്റ്. 5 വിച്ച്. 6 വാട്ട്. ഇങ്ങനെ 6 എണ്ണമാണ് നമുക്കുള്ളത്. റിലേറ്റീവ് പ്രൊനൗൺ എത്ര എണ്ണം പഠിക്കാനുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട 6 എണ്ണം. PSCയുടെ സ്ഥിരം ചോദ്യമായിട്ടുള്ള 6 റിലേറ്റീവ് പ്രൊനൗൺ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതൊക്കെ ജസ്റ്റ് എന്തിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ ഇതിൽ ഹൂ, ഹൂം എന്ന് പറയുന്ന 2 പ്രൊനൗണ്, റിലേറ്റീവ് പ്രൊനൗൺ, ഇത് നമ്മൾ വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പേഴ്സൺസ് ഓൺലി ആണ്. നമ്മൾ പേഴ്സൺസ്, വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഹൂ ആൻഡ് ഹൂം എന്ന് പറയുന്നത്. ഇത് രണ്ടും വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എഴുതി വെച്ചേക്കണം. ഹൂ ആൻഡ് ഹൂം ഇത് രണ്ടും നമ്മൾ വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി ഹൂസ്, ഹൂസ് എന്ന് പറയുന്നത് നമ്മൾ വ്യക്തികളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. സാധനങ്ങൾ, തിങ്സ്, തിങ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആനിമൽസ്, മൃഗങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. കൺട്രീസ്, ഓക്കെ, കൺട്രീസ്. അതുപോലെ തന്നെ റിവേഴ്സ്, ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൂസ്. പേഴ്സൺ ആവാം, തിങ്സ് ആവാം, ആനിമൽസ് ആവാം, കൺട്രീസ് ആവാം, റിവേഴ്സ് ആവാം. ഇതിനെല്ലാം സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഏത്? ഹൂസ് എന്ന് പറയുന്നത്. അടുത്തത് ദാറ്റ്. ദാറ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? പേഴ്സൺ, വ്യക്തികളെ സൂചിപ്പിക്കാം. പിന്നെ തിങ്സിനെ സൂചിപ്പിക്കാം. അതുപോലെ ആനിമൽസിനെ സൂചിപ്പിക്കാം. ഓക്കെ, പേഴ്സൺ, അതുപോലെ തിങ്സ്, ആനിമൽസ്, ഇതിനെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദാറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ വിച്ച്. വിച്ച് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ നമ്മൾ യൂസ് ചെയ്യുന്നത് തിങ്സിനെ സൂചിപ്പിക്കാനും
ആനിമൽസിനെ സൂചിപ്പിക്കാനും മാത്രമാണ്. അവിടെ പേഴ്സൺസ് നമ്മൾ യൂസ് ചെയ്യില്ല. വിച്ച് എന്ന് പറയുന്നത് പേഴ്സൺസിൻ്റെ കൂടെ യൂസ് ചെയ്യില്ല. ദെൻ വാട്ട് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ചില ഐഡിയാസ്, ഓക്കെ, ഐഡിയാസിൻ്റെ കൂടെ, അതുപോലെ തന്നെ തിങ്സിൻ്റെ കൂടെയൊക്കെയാണ് യൂസ് ചെയ്യുക. തിങ്സ് അല്ലെങ്കിൽ ഐഡിയാസിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വാട്ട് എന്ന് പറയുന്നത്. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നതാ. അപ്പോൾ ഹൂ ആൻഡ് ഹൂം പേഴ്സൺസിനെ സൂചിപ്പിക്കാനും, ഹൂസ് എന്ന് പറയുന്നത് പേഴ്സൺസിനെയും തിങ്സ്, ആനിമൽസ്, കൺട്രീസ്, റിവേഴ്സിനെയൊക്കെ സൂചിപ്പിക്കാനും, ദാറ്റ് എന്ന് പറയുന്നത് പേഴ്സൺ, തിങ്സ് ആൻഡ് ആനിമൽസിനെ സൂചിപ്പിക്കാനും, വിച്ച് എന്ന് പറയുന്നത് തിങ്സ് ആൻഡ് ആനിമൽസിനെ സൂചിപ്പിക്കാനും, വാട്ട് എന്ന് പറയുന്നത് ഐഡിയാസ് ആൻഡ് തിങ്സിനെ സൂചിപ്പിക്കുവാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന 3 എണ്ണം, ഹൂ, ഹൂം, ഹൂസ്, ഇത് 3 നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ചെറിയൊരു ടെക്നിക്കിലൂടെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിലും, സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇതിൽ ഏതാ റിലേറ്റീവ് പ്രൊനൗൺ എന്നൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടി ഈസി ആയിട്ട് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്കും എങ്ങനെ ഇത് ആൻസർ ചെയ്യാം, ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ദിസ് ഈസ് ദ മാൻ ഡാഷ് സ്റ്റോൾ മൈ വാച്ച് യെസ്റ്റർഡേ. ദിസ് ഈസ് ദ മാൻ, ഈ മനുഷ്യനാണ് ഡാഷ് സ്റ്റോൾ മൈ വാച്ച് യെസ്റ്റർഡേ, ഇന്നലെ എൻ്റെ വാച്ച് മോഷ്ടിച്ച മനുഷ്യനാണ് ഇത് എഴുതി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആര് എന്നുള്ള ഒരു ഹൂ, ആരാണോ എന്നുള്ളൊരു മീനിങ് ആണ് വരേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ, ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവിടെ ദ മാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തന്നിരിക്കുന്നത് എന്താ, ഒരു പേഴ്സൺ ആണ് അല്ലേ. അപ്പോൾ പേഴ്സൺസിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 പ്രൊനൗൺ പഠിച്ചു. ഏതാ, റിലേറ്റീവ് പ്രൊനൗൺ പഠിച്ചു, ഹൂ ആൻഡ് ഹൂം. 2 എണ്ണം നമ്മൾ പേഴ്സൺസിനെ പേഴ്സൺസിനെ മാത്രം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഹൂസ് എന്ന് പറയുന്ന പേഴ്സണെയും ഉണ്ട്, പിന്നെ തിങ്സ്, ആനിമൽസും ഉണ്ട്. അപ്പോൾ ഹൂം, ഹൂം, ഹൂ, ഹൂം, ഹൂസ്, ഇതിലേതെങ്കിലും ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ആദ്യം പേഴ്സൺ വന്നിട്ടുണ്ട്. ഇനി ഈ ഡാഷ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്താ, സ്റ്റോൾ മൈ വാച്ച് യെസ്റ്റർഡേ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദ മാൻ ഹൂ സ്റ്റോൾ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ഇവിടെ തന്നിരിക്കുന്നത് ഒരു വേർബാണ് അല്ലേ. സ്റ്റോൾ എന്ന് പറയുന്നത് ഒരു വേർബാണ്. അതായത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങൾ, പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദേ ഡാഷ് ഉണ്ട്. ഇപ്പുറത്ത് തന്നിരിക്കുന്നത് ഒരു വെർബാണ് എങ്കിൽ, വെർബ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, സ്റ്റോള്, റീഡ്, റൈറ്റ്, പ്ലേ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുക. എന്തെങ്കിലും ഒരു ക്രിയ അല്ലേ, എഴുതുക, വായിക്കുക, കളിക്കുക എന്നൊക്കെ പറയുന്നത്, മോഷ്ടിക്കുക, സ്റ്റോൾ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക, ഇതെല്ലാം വെർബാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരുന്നത്, ഈസ് ആവാം, ആം ആവാം, ആറാവാം, വാസ് ആവാം അല്ലേ, വേർ ആവാം, വില്ലാവാം, അങ്ങനെയുള്ള ഓക്സിലറി വേർബ്സ്. അപ്പോൾ ഇവിടെ ഒരു പേഴ്സണെ സൂചിപ്പിച്ച് ഇപ്പുറത്ത് വരുന്നത്, ഈ ഡാഷ് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു വെർബാണ് അല്ലെങ്കിൽ ഒരു ഓക്സിലറി വെർബാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചേർക്കേണ്ടത് ഏത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്, ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ എഴുതാലോ. ഇവിടെ പേഴ്സണെ സൂചിപ്പിക്കുന്നു, ദ മാൻ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ആണ്. സ്റ്റോൾ എന്ന് പറയുന്നത്, മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു വെർബാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പേഴ്സണും വെർബും വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ. ഒരു പേഴ്സൺ വന്നു, ഡാഷ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓരോ എക്സാമ്പിളും ഞാൻ പറയുമ്പോൾ നിങ്ങൾ ക്ലീൻ ആയിട്ട് ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇത് എളുപ്പ വഴിയാണ് കണ്ടുപിടിക്കാൻ. ഒരു പേഴ്സൺ തന്നിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു വെർബാണ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഏതാ, ഹൂ ആണ്. ഒന്നാമത്തെ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് നോക്കിക്കേ, ദിസ് ഈസ് ദ മാൻ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. ഇവിടെയും നമുക്ക് എന്തുണ്ട്, ഇവിടെയും ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, ഒന്നുകിൽ ഹൂ ആവാം, അല്ലെങ്കിൽ ഹൂം ആവാം, അല്ലെങ്കിൽ ഹൂസ് ആവാം. പക്ഷെ അത് നമുക്കൊരു ഉറപ്പ് വേണ്ടേ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ പേഴ്സണും ഇവിടെ വെർബോ ഓക്സിലറി വെർബോ വന്നാൽ ഹൂ ആണ്. പക്ഷെ ഇവിടെ വെർബാണോ? അല്ല. വി എന്ന് പറയുന്നത് എന്താ, വി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഒരു പ്രൊനൗൺ ആണ് അല്ലേ. വി എന്ന് പറയുന്നത് ഒരു പ്രൊനൗൺ ആണ്. നമ്മൾ പഠിച്ചല്ലോ, നൗണിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐ, യു, വി അല്ലേ, ഷീ, ഹി, ഇതെല്ലാം എന്താണ്, പ്രൊനൗൺ ആണ്. അപ്പോൾ
ഇവിടെ പേഴ്സൺ കഴിഞ്ഞിട്ട് ഇവിടെ ഡാഷ് ഉണ്ട്, ഇവിടെ വരുന്നത് ഒരു പ്രൊനൗൺ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഐ, യു, വി, ഹി, ഷീ എന്നൊക്കെ പറയുന്നത്, അതായത് നമ്മുടെ പേരിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട റിലേറ്റീവ് പ്രൊനൗൺ എന്താണ്? ഹൂം ആണ്, ഹൂം. ഓക്കെ, ഇനി തെറ്റിക്കരുത്, ഇവിടെ ഒരു പേഴ്സണെ കുറിക്കുന്നു, ഇവിടെ വരുന്നത് ഒരു പ്രൊനൗൺ ആണെങ്കിൽ നമ്മൾ ഹൂം യൂസ് ചെയ്യും. ഇവിടെ ഒരു പേഴ്സണും ഇവിടെ ഒരു വെർബ് അല്ലെങ്കിൽ ഓക്സിലറി ആണെങ്കിൽ നമ്മൾ ഹൂ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഹൂം എന്ന് പറയുന്നതിൻ്റെ നമ്മൾ പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതെ, ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ നോക്കി, ഒരു എക്സാമ്പിളും കൂടെ എടുത്തിട്ടുണ്ട്. ദ ഗേൾ ടു ഡാഷ് ഐ സ്പോക്ക് ഈസ് മൈ നെയ്ബർ. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ദ ഗേൾ എന്ന് പറയുമ്പോൾ അത് പേഴ്സണാണ് അല്ലേ, പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു ടു ഉണ്ട്. അപ്പോൾ ഈ ടു എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിപ്പോസിഷൻ ആണ് അല്ലേ. ടു എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും കേട്ടോ വഴിയെ. അപ്പോൾ ടു എന്ന് പറയുന്നത് ടു, ഫ്രം എന്നൊക്കെ പറയുന്നത് എന്താ? പ്രിപ്പോസിഷൻ ആണ്. അപ്പോൾ ദ ഗേൾ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. അപ്പോൾ ഇവിടെ പേഴ്സണും ഒരു പ്രിപ്പോസിഷനും വന്നിട്ട് ഇവിടെ ഡാഷ് ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? ഐ എന്ന് പറയുന്നത് എന്താ? ഐ എന്ന് പറയുന്നത് അത് എന്തോ ആയിക്കോട്ടെ, പ്രൊനൗണോ എന്തോ ആയിക്കോട്ടെ, പേഴ്സൺ പ്ലസ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഹൂം ആണ്. അതും കൂടെ നിങ്ങൾ ഓർത്തോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കേസ് നമ്മൾ പഠിച്ചു. ഹൂം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് കേസുകൾ. ഒന്ന്, ഇവിടെ പേഴ്സണും ഇവിടെ ഒരു പ്രൊനൗണും വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം? ഹൂം യൂസ് ചെയ്യാം. കൂടാതെ ആദ്യം വരുന്നത് ഒരു പേഴ്സൺ പ്ലസ് അതിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും കൂടെ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹൂം എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം വരുന്നത് പേഴ്സൺ, അത് കഴിഞ്ഞ് അവസാനം വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വരുന്നുണ്ടെങ്കിൽ ഹൂ യൂസ് ചെയ്യണം, റിലേറ്റീവ് പ്രൊനൗൺ. ഇനി ഒരു പേഴ്സണും ഒരു പ്രൊനൗണും വന്നു കഴിഞ്ഞാൽ ഹൂം യൂസ് ചെയ്യാം. അതേപോലെ പേഴ്സണിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹൂം എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൂ പഠിച്ചു, ഹൂം പഠിച്ചു അല്ലേ. എങ്ങനെയാണ് കണ്ട് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. അടുത്തത് ഹൂസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ ദിസ് ഈസ് ദ മാൻ. വീണ്ടും ദ മാൻ എന്ന് പറയുമ്പോൾ അതെന്താ? ഒരു പേഴ്സൺ ആണ് അല്ലേ. ഇവിടെ ഡാഷ് ഉണ്ട്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? പേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. പേഴ്സ് എന്ന് പറയുന്നത് എന്താ? അതൊരു നൗൺ ആണ് അല്ലേ. പേഴ്സ് എന്ന് പറയുന്നത് ഒരു സാധനത്തിന്റെ പേരല്ലേ പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ പേഴ്സ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. അപ്പോൾ ഒരു പേഴ്സൺ ഉണ്ട്, ഇപ്പുറത്തൊരു നൗൺ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല ഇവിടെ പേഴ്സൺ ഇവിടെയുണ്ട്, ഇവിടെ ഒരു നൗൺ ഉണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഇവിടെ ഹൂസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഹൂസ് ആണ് യൂസ് ചെയ്യുന്നത്, ഹൂസിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു പേഴ്സണും ഇവിടെ ഒരു നൗണും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതായത് പേഴ്സൺ കഴിഞ്ഞ് വരുന്ന ഈ നൗണിനോട് നമ്മൾ ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പേഴ്സണിൻ്റെ എന്നുള്ള ഉത്തരം കിട്ടണം. അതായത് ഇവിടെ തന്നിരിക്കുന്ന എന്താ? പേഴ്സ്. ഈ പേഴ്സ് ആരുടെയാ? ദ മാൻ. ആ മാനിൻ്റെ ആണ്, ആ മനുഷ്യൻ്റെ ആണ് ആ പേഴ്സ് അല്ലേ. അപ്പോൾ ഈ നൗണിനോട് ഇത് ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൻ്റെ എന്നുള്ളത് ആൻസർ കിട്ടണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ഹൂസ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഇവിടെ നിങ്ങൾക്ക് സെറ്റായിട്ട് മൂന്നും കൂടെ എഴുതി തരാം. അതായത് ആദ്യത്തെ കേസ് നമ്മൾ പഠിച്ചത്, ആദ്യം ഇവിടെ ഒരു പേഴ്സൺ, ഇവിടെ ഡാഷ് ഉണ്ട്, ഇവിടെ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഹൂ ആണ്. രണ്ടാമത്തെ കേസ് നമ്മൾ പഠിച്ചത്, ഇവിടെ പേഴ്സൺ ഉണ്ട്, ദെൻ ഇവിടെ വന്നിട്ട് ഒരു പ്രൊനൗൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഹൂം ആണ്. സെയിം ഹൂമിൻ്റെ തന്നെ മറ്റൊരു കേസ് നമ്മൾ പഠിച്ചു. ഇവിടെ പേഴ്സൺ ഉണ്ട്, പേഴ്സൻ്റെ കൂടെ എന്തുണ്ട്? ഒരു പ്രിപ്പോസിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതും എന്താ? ഹൂം ആണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ നാലാമത്തെ കേസാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ വരുന്നത് ഒരു പേഴ്സൺ, ദെൻ ഇവിടെ ഡാഷ്, ഇവിടെ വരുന്നത് ഒരു നൗൺ ആണ്. ഈ നൗണിനോട് ആരുടെ എന്ന് ചോദിച്ചാൽ ഈ പേഴ്സൻ്റെ എന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഹൂസ് ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ടേബിളാക്കി എഴുതി വെക്കുക. ഈ ഹൂ, ഹൂം, ഹൂസ് നമ്മൾ കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്. സോ അത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊരു ടേബിളാക്കി എഴുതി വെച്ചേക്കാം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.
എന്നിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന വേറെ ഒരു ഗ്രാമറോ ഒന്നും നോക്കാതെ ഈ ടെക്നിക്ക് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു 10 മുൻവർഷ ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 10 മുൻവർഷ ചോദ്യങ്ങളിലൂടെ ഹൂ, ഹൂം, ഹൂസ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് പോസ് ചെയ്ത് നിർത്തിയിട്ട് നോക്കണം കേട്ടോ, കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ആദ്യത്തേത്, ദിസ് ബിലോങ്സ് ടു ദി ലേഡി ഡാഷ് വി മെറ്റ് ഇൻ ദ ട്രെയിൻ. എന്താ തന്നിരിക്കുന്നത്? നമുക്ക് അർത്ഥം ഒന്നും നോക്കണ്ട. നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്നത് ദ ലേഡി ആണ് വരുന്നത് അല്ലേ. ദ ലേഡി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയല്ലേ, അപ്പോൾ ഒരു പേഴ്സൺ ആണ്. ഇനി ഇവിടെ ഡാഷ് ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? വി. വി എന്ന് പറയുന്നത് എന്താ? ഒരാളുടെ പേരിന് പകരമായിട്ടാണല്ലോ ഐ യു അല്ലെ വി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ വി എന്ന് പറയുന്നത് എന്താ? ഒരു പ്രൊനൗൺ ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഒരു പേഴ്സണും ഒരു പ്രൊനൗണും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇവിടെ ഹൂം ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മുടെ ആൻസർ ഈസി ആയിട്ട് കിട്ടി, ഹൂം ആണ്. അപ്പോൾ ഒരു പേഴ്സൺ ഇവിടെ വന്നു, ഒരു പ്രൊനൗൺ ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നടുക്ക് എന്ത് വരും? ഹൂം ആണ് വരുന്നത്. ഓക്കെ, PYQ ആണ് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് ചോദ്യം വരിക. അപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? യെസ്. അടുത്ത ചോദ്യം നോക്കിക്കോ. ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾസ് ഡാഷ് നോ ദ ആൻസർ. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? ഒരു പേഴ്സണെ ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ, പേഴ്സൺ. ഇവിടെ ഡാഷ് ഉണ്ട്. ഇവിടെ നോ. നോ എന്ന് പറഞ്ഞാൽ എന്താ? നോ, അറിയുക. അറിയുക, വായിക്കുക, എഴുതുക, കളിക്കുക, ഇതൊക്കെ എന്താണ്? വെർബ് അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചു, പേഴ്സൺ കഴിഞ്ഞിട്ട് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഉത്തരം ഹൂ. ഹൂ യൂസ് ചെയ്യാം. പേഴ്സണും വെർബും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. സോ നമ്മുടെ ആൻസർ എന്താ? ഹൂ ആണ്. വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ മാൻ ഡാഷ് കെയിം യെസ്റ്റർഡേ വാസ് മൈ അങ്കിൾ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ദ മാൻ. ദ മാൻ എന്ന് പറയുമ്പോൾ എന്താ? പേഴ്സൺ ആണ് അല്ലേ. ഇവിടെ ഡാഷ് ഉണ്ട്. ഇവിടെ കെയിം എന്നാണ്. കെയിം എന്ന് പറയുമ്പോൾ അതെന്താ? വന്നു എന്ന് പറയുന്നത് അതൊരു വെർബ് തന്നെയല്ലേ. വരിക, വന്നു എന്ന് പറയുന്നത്. വരിക എന്നുള്ളതിന്റെ പാസ്റ്റ് ഫോമിലാണ് കെയിം എന്ന് പറയുന്നത്. സപ്പോസ് അതെന്താണ്? രണ്ടും എന്താ? വെർബ് തന്നെയാണ്. പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും കെയിം, കം, അതൊക്കെ എന്താ? വെർബാണ്. അപ്പൊ ഇവിടെയും നമുക്ക് പേഴ്സണും വെർബും ആണ് വന്നിരിക്കുന്നത്. പേഴ്സണും വെർബും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഹൂ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. സോ നമ്മുടെ ആൻസർ ഹൂ ആണ്. ക്ലിയർ ആണല്ലോ? ഈസി ആയിട്ട് കിട്ടിയില്ലേ? അടുത്ത ചോദ്യം നോക്കിക്കോ. ദ ബെഞ്ച് ഡാഷ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ദ ബെഞ്ച് ആണ്. ഇവിടെ ഒരു എന്താ? സാധനമാണ് വന്നിരിക്കുന്നത് അല്ലേ. ഒരു സാധനമാണ്. അപ്പൊ തിങ്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഡാഷ് വന്നിട്ടുണ്ട്. ഇവിടെ ലെഗ്സ്. ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഗ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ് അല്ലേ. ലെഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗൺ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ തിങ്ങിനെയോ അല്ലെ, തിങ്സിനെയോ പേഴ്സണെയോ ഒക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു ഹൂസ്. ഹൂ അല്ലെങ്കിൽ ഹൂം എന്ന് പറയുന്നത് പേഴ്സൺസിനെ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ അല്ലെ. പക്ഷേ നമുക്കൊരു തിങ്സ് അല്ലെ, തിങ്സിനെയോ അല്ലെങ്കിൽ ഒരു എന്താണ് പേഴ്സണെയോ ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ആനിമൽസിനെയോ കൺട്രീസിനെയോ റിവേഴ്സിനെയോ പേഴ്സൺസിനെയോ തിങ്സിനെയോ ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താ? അത് ഹൂസ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ പേഴ്സൺസ് അല്ലെങ്കിൽ തിങ്സ് ആവാം. അപ്പൊ തിങ്സും തന്നിട്ടുണ്ട്. ഇവിടെ ഒരു നൗണ് വന്നിട്ടുണ്ട്. നൗണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഹൂസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഇവിടെ നിങ്ങൾ ജസ്റ്റ് നമ്മൾ വേറൊരു കണ്ടീഷൻ കൂടെ പറഞ്ഞു. ഇവിടെ നിന്ന് ആരുടെ എന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരം നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ ആരുടെ? ലെഗ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെഗ്സ്. ഈ കാലുകൾ ആരുടെ കാലുകളാ? ബെഞ്ചിന്റെ കാലുകൾ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലെ. ആരുടെ കാലുകളാ? ബെഞ്ചിന്റെ കാലുകൾ. ആൻസർ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഹൂസ് ആണ്. അപ്പൊ അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ തിങ്സ് അല്ലെങ്കിൽ ഇവിടെ കൺട്രീസ് ആവാം, റിവേഴ്സ് ആവാം. ഇവിടെ ഒരു നൗണുമാണ് വരുന്നതെങ്കിൽ ഇവിടെ ഹൂസ് എന്നതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ തിങ്സ് മാത്രമല്ലേ, ഞാൻ പറഞ്ഞു പേഴ്സൺസ്, തിങ്സ്, റിവേഴ്സ്, കൺട്രീസ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നൗണും വന്നു കഴിഞ്ഞാൽ ഉത്തരം നമ്മുടെ ഹൂസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? കിട്ടിയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The doctor from dash we got the prescription is the well-known physician. ഇവിടെ നോക്കിക്കേ, ദ ഡോക്ടർ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സൺ ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഫ്രം വന്നിട്ടുണ്ട്. ഫ്രം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, ടു, ഫ്രം എന്നൊക്കെ പറയുന്നത് എന്താ? ഓൺ, അറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. പേഴ്സന്റെ കൂടെ ഫ്രം എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനും കൂടെ വന്നിട്ടുണ്ട്.
അപ്പം നമ്മൾ പഠിച്ചു എന്ത്, പേഴ്സന്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ, ഹൂം എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് അല്ലെ. അപ്പൊ പേഴ്സൺ ഇവിടെ വന്നു, ഇവിടെ പേഴ്സൺ വന്നു, ഇപ്പുറത്തൊരു പ്രൊനൗൺ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഹൂം യൂസ് ചെയ്യാം. പേഴ്സന്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ഹൂം യൂസ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ആൻസർ വളരെ ഈസി ആയിട്ട് എന്ത് കിട്ടി, ഹൂം എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇല്ലെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ പേഴ്സൺ ഉണ്ട്, ഇവിടെ പ്രൊനൗണും ആണ് അല്ലേ വന്നിരിക്കുന്നത് അല്ലെ. പേഴ്സണും ഇവിടെ പ്രിപ്പോസിഷനും ഉണ്ട്, ഇവിടെ പ്രൊനൗണും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൂം എന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ബാബു ഡാഷ് പാരൻസ് ആർ ബോത്ത് ടീച്ചേഴ്സ് വൺ ദ പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ. ഇവിടെ എന്താ വരുന്നേ, ബാബു എന്ന് പറയുമ്പോൾ അത് ഒരു പേഴ്സണാ അല്ലെ, ഒരു വ്യക്തിയാണ്. ഡാഷ് ഉണ്ട്, ഇവിടെ പാരൻസ്. പാരൻസ് എന്ന് പറയുന്നത് എന്താണ്, പാരൻസ് എന്ന് പറയുന്നത്, പാരൻസ് എന്ന് വെച്ചാൽ രക്ഷിതാക്കളാണ് അല്ലെ. ഇപ്പൊ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് എന്താ, ഒരു നൗൺ ആണ് അല്ലെ. പാരൻസ് എന്ന് പറയുന്നത് രക്ഷിതാക്കൾ ഒരു നൗൺ ആണ്, നാമമാണ്, ഒരു പേരാണ്. അപ്പോൾ നൗൺ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ പേഴ്സണും ഇവിടെ നൗണും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കൂടാതെ നമുക്ക് ഇവിടെ എന്ത് ചോദിക്കണം, ഈ നൗണിനോട് ആരുടെ പാരൻസാ, ബാബുവിന്റെ പാരൻസ്. അവിടെ ആൻസർ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഉത്തരം എന്തായി, ഹൂസ് എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇവിടെ പേഴ്സൺ, ഇവിടെ നൗൺ ആണ്. നൗണിനോട് ആരുടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്, ഈ പറയുന്ന പേഴ്സന്റെ ആണ് എന്നുള്ളത്. സോ നമ്മുടെ ആൻസർ എന്താ, ഹൂസ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എ ഫ്രണ്ട് ഓഫ് മൈ ഡാഷ് ഈസ് എ ലോയർ ഹെൽപ്ഡ് മീ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എ ഫ്രണ്ട് ഓഫ് മൈൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പേഴ്സൺ ആണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഡാഷ് ഉണ്ട്, ഇവിടെ തന്നിരിക്കുന്നത് ഈസ് ആണ്. ഈസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓക്സിലറി വേർബ് ആണ് അല്ലെ. ഈസ് എന്ന് പറയുന്നത് എന്താ, ഒരു ഓക്സിലറി വേർബ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു, ഒരു പേഴ്സണും ഒരു വെർബോ ഓക്സിലറി വെർബോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. സോ നമ്മുടെ ആൻസർ ഈസി ആയിട്ട് കിട്ടി, ഹൂ ആണ്. ഒരു പേഴ്സണും ഇവിടെ ഓക്സിലറി വേർബും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ണും പൂട്ടി എഴുതാം, ഹൂ എന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കോ. ഈസ് ദാറ്റ് ദ മാൻ ഡാഷ് മോട്ടോർ ബൈക്ക് ഹാസ് ബീൻ സ്റ്റോളൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈസ് ദാറ്റ് ദ മാൻ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എന്തായി, പേഴ്സൺ ആണ് എന്നുള്ളത് മനസ്സിലായി. ഡാഷ് മോട്ടോർ ബൈക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു നൗൺ ആണ് അല്ലെ, ഒരു പേരാണ്, ഒരു വാഹനത്തിന്റെ പേരല്ലേ മോട്ടോർ ബൈക്ക്. അപ്പൊ മോട്ടോർ ബൈക്ക് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. അപ്പൊ ഒരു പേഴ്സണും ഒരു നൗണും വന്നു കഴിഞ്ഞു. ഇനി ഇത് ആരുടെയെന്ന് ചോദിക്കാം നമുക്ക്. മോട്ടോർ ബൈക്ക് ആരുടെയാ, ഇയാളുടെയാണ് അല്ലേ, ദ മാൻ. അപ്പൊ നമുക്ക് ആൻസറും കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ഉത്തരം എന്താ, ഹൂസ് എന്നതാണ് നമ്മുടെ വരുന്നത് റിലേറ്റീവ് പ്രൊനൗൺ. കിട്ടിയല്ലോ, പേഴ്സണും നൗണും വന്നു കഴിഞ്ഞാൽ ഹൂസ് ആണ് വരേണ്ടത് ആൻസർ. അടുത്തത്, ദിസ് ഈസ് ദ ബോയ് ഡാഷ് വൺ ദ ഗോൾഡ് മെഡൽ. ദിസ് ഈസ് ദ ബോയ് ഡാഷ് വൺ ദ ഗോൾഡ് മെഡൽ. ദിസ് ഈസ് ദ ബോയ്. അപ്പൊ ഇവിടെ എന്ത് വന്നു, പേഴ്സൺ വന്നു അല്ലെ. ഇവിടെ ഡാഷ് ഉണ്ട്. വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വിജയിച്ചു, വിൻ. വൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വിൻ, വിജയിക്കുക. അതൊരു വെർബാണ് അല്ലെ, വെർബാണ്. അപ്പൊ പേഴ്സൺ വന്നു, ഇവിടെ വെർബ് വന്നു. അപ്പൊ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം, ഹൂ എന്ന് പറയുന്നത് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. സോ നമ്മുടെ ആൻസർ ഹൂ ആണ് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, ഷീ ഈസ് വൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഷീ ഈസ് വൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഷീ ഈസ് വൺ എന്ന് പറയുന്ന സമയത്ത് ഷീ ഈസ് വൺ എന്ന് പറയുന്ന പേഴ്സൺ ആണ്. പേഴ്സൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. വി എന്ന് പറയുന്നത് എന്താ, വി എന്ന് പറയുന്നത് ഒരു പ്രൊനൗൺ ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ, ഒരു പ്രൊനൗൺ ആണ്. അപ്പൊ ഇവിടെ ഒരു പേഴ്സൺ ഉണ്ട്, ഇവിടെ ഒരു പ്രൊനൗൺ ഉണ്ട്. അപ്പോൾ നമുക്ക് പേഴ്സണും പ്രൊനൗണും വന്നു കഴിഞ്ഞാൽ എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഹൂം ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ആൻസർ എന്താ, ഹൂം ആണ്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, ഏതൊക്കെയാണ് കണ്ടീഷൻ പഠിച്ചത്. ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, ഒരു പേഴ്സൺ ഇവിടെ വന്നു, ഇപ്പുറത്ത് ഒരു വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വരുന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഹൂ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അടുത്ത കണ്ടീഷൻ, ഒരു പേഴ്സൺ ഇവിടെ വന്നു,
ഇവിടെ നമുക്കൊരു പ്രൊനൗൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് ഹൂം ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത കേസ് ഒരു പേഴ്സൺ ഉണ്ട് പ്ലസ് അതിൻ്റെ കൂടെ ആര് വരുന്നു, ഒരു പ്രിപ്പോസിഷൻ വരുന്നു. അങ്ങനെയാണെങ്കിലും ഇവിടെ എന്ത് വരാം, ഹൂം വരാം എന്ന് പഠിച്ചു. അടുത്ത കണ്ടീഷൻ, ഇവിടെ ഒരു പേഴ്സൺ ഉണ്ട്, ദെൻ ഇവിടെ ഒരു നൗൺ ആണുള്ളത്. നൗണിൻ്റെ അടുത്ത് ആരുടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ പേഴ്സൻ്റെ എന്നുള്ള ആൻസറും കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഹൂസ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 4 കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഹൂ, ഹൂം, ഹൂസ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ദാറ്റ്, വിച്ച്, വാട്ട്, ഇത് 3 കേട്ടോ പഠിക്കുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട 6 ആണ് പറഞ്ഞത്, അതിൽ 3 ഇന്നലെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത 3 ദാറ്റ്, അതുപോലെ വിച്ച്, അതുപോലെ വാട്ട് എന്നിങ്ങനെ ഈ 3 പ്രൊനൗണിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നതിൻ്റെ ട്രിക്സ് ആണ് പറഞ്ഞു തരുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നോക്കുക, ആദ്യത്തെ ഓപ്ഷൻ, ഹി ഹാസ് ബ്രോട്ട് ദ പെൻ ഡാഷ് ഐ ആസ്ക്ഡ് ഫോർ, ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? നമുക്ക് ചിലപ്പോൾ തന്നിട്ടുള്ളത് 2 ഓപ്ഷനാണ്, 3 ഓപ്ഷനാണെന്ന് വിചാരിച്ചോളൂ. 4 ഓപ്ഷനാണല്ലേ സാധാരണ തരാ. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. വിച്ച് ഉണ്ട്, ദാറ്റ് ഉണ്ട്, വാട്ട് ഉണ്ട്, ദെൻ ഹൂ ഉണ്ട്. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കണക്ട് ചെയ്യണം. ഏതാണ് ഇവിടെ വരുന്നത്? എങ്ങനെ സെലക്ട് ചെയ്യാം? ഹി ഹാസ് ബ്രോട്ട് ദ പെൻ ഡാഷ് ഐ ആസ്ക്ഡ് ഫോർ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കിക്കേ, ഹി ഹാസ് ബ്രോട്ട് ദ പെൻ. ദ പെൻ എന്ന് പറയുന്നത് എന്താ? ഒരു സാധനമാണ് അല്ലേ? ഒരു സാധനമാണ്, തിങ് ആണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു സാധനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു ആനിമലിൻ്റെ പേരോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത്. എന്തായാലും ഇവിടെ ഹൂ വരില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ, ഉറപ്പിച്ചു. പിന്നെ ഉള്ളതിൽ നോക്കിക്കേ, പിന്നെ ഉള്ളതിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ്, ഇത് രണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ അല്ലെ, തിങ്സ് അല്ലെങ്കിൽ ആനിമൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വിച്ചും ദാറ്റും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഏത് വേണം എന്നുള്ളത് നോക്കുമ്പോൾ ഇതിൽ രണ്ടും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ രണ്ടും കൂടെ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് തരത്തില്ല. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ വിച്ച് ദാറ്റ് എന്നും പറഞ്ഞ് രണ്ടും കൂടെ തരത്തില്ല. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമുക്ക് ഹൂം എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒന്നുകിൽ ദാറ്റ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ദാറ്റ് എഴുതാം, വിച്ച് മാത്രമാണെങ്കിൽ വിച്ച് എഴുതാം. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആയിരിക്കും. ഇനി വിച്ച് മാത്രമേ വരുള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു തരും. ദാറ്റ് മാത്രമേ വരുള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അതും പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് തിങ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തിങ്സ് അല്ലെങ്കിൽ ആനിമൽസ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് എന്തായിരിക്കും? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആയിരിക്കും വരിക. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർമ്മയുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിൻ്റെ കൂടെ എന്താ വരിക? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആണ് വരുന്നത്. ഹൂ ഒക്കെ എവിടെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? യെസ്. അപ്പോൾ ഒരു പേഴ്സൺ അല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഒക്കെ വന്നാലാണ് ഹൂ നമ്മൾ ഉപയോഗിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. വാട്ട് എന്ന് പറയുന്നത് ഐഡിയാസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ തിങ്സ്, ആനിമൽസ് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ വിച്ചും ദാറ്റും ആണ് വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ എഴുതി വെച്ചേക്കാം. തിങ്സ് അല്ലെങ്കിൽ ആനിമൽസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് അത് നോട്ട് ചെയ്ത് വെച്ചല്ലോ. അടുത്തത്, ദീസ് ആർ ബുക്സ് വിത്തൗട്ട് ഡാഷ് യു കനോട്ട് റൈറ്റ് ദ എക്സാമിനേഷൻ. എന്താണ്? ദീസ് ആർ ബുക്സ് വിത്തൗട്ട് ഡാഷ് യു കനോട്ട് റൈറ്റ് ദ എക്സാമിനേഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെയും നോക്കിക്കേ, ദീസ് ആർ ബുക്സ്, അത് തിങ്സ് തന്നെയാണ് അല്ലേ? അപ്പോൾ തിങ്സ് അല്ലേ, അപ്പോൾ നമുക്ക് വിച്ചും ദാറ്റും രണ്ടും ഉപയോഗിക്കാലോ എന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ തിങ്സ് ആൻഡ് ആനിമൽസ് വന്നിട്ട് ഇവിടെ ഒരു കാര്യം കൂടെ നോക്കിക്കോ നിങ്ങൾ. ബുക്സ് കഴിഞ്ഞിട്ട് എന്തുണ്ട്? വിത്തൗട്ട്. വിത്തൗട്ട് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു പ്രിപ്പോസിഷൻ ആണ് അല്ലേ? പ്രിപ്പോസിഷൻ അല്ലേ? അപ്പോൾ തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്തേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? വിച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ നമ്മൾ ദാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകരുത്. നേരത്തെ ഇവിടെ തിങ്സ് മാത്രമായിരുന്നപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഒന്നുകിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ്, അതിലേതെങ്കിലും ഒന്നേ നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും കൂടെ വന്നു. ഇന്ന്, അറ്റ്, ഓണ്, ഫ്രം,
വിത്തൗട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രിപ്പോസിഷൻ കൂടെ വന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് മാത്രമേ വരുള്ളൂ? വിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതി വെച്ചോളൂ. തിങ്സ് അല്ലെങ്കിൽ അനിമൽസിന്റെ കൂടെ പ്രിപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ വിച്ച് യൂസ് ചെയ്യണം. കഴിഞ്ഞ ദിവസം പേഴ്സന്റെ കൂടെ എങ്ങനെ പ്രിപ്പോസിഷൻ വന്നാൽ എന്ത് യൂസ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ ഓർത്തിട്ട് വേണം ഇത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനത് വീണ്ടും റിപ്പീറ്റ് പറയുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഇത് ഓക്കെയാണേ. അടുത്ത ഓപ്ഷൻ നോക്കാം. ദിസ് ഇസ് ദ പ്ലേസ് ഡാഷ് ഐ ലീവ്. ദിസ് ഇസ് ദ പ്ലേസ് ഡാഷ് ഐ ലീവ്. ഇവിടെ എന്താ? ദ പ്ലേസ് എന്ന് തന്നെ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ ദ പ്ലേസ് എന്ന് പറയുന്നത് എന്താ? ഒരു പ്ലേസിനെ സൂചിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ ഒരു പ്ലേസ് ആണ്. ഒരു പ്ലേസ് വന്നു കഴിഞ്ഞാൽ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു പ്ലേസിന്റെ കൂടെ? വേറാണ് അല്ലേ? പ്ലേസ് എവിടെയാണോ ഞാൻ ജീവിക്കുന്നത് എന്നുള്ള അർത്ഥം അല്ലേ? അപ്പോൾ ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വേറാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു പ്ലേസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പ്ലേസിന്റെ കൂടെ എന്തേ വരത്തുള്ളൂ? വേർ മാത്രമേ വരത്തുള്ളൂ. അത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ഓപ്ഷൻ, ഐ ഡിഡ് ഡാഷ് ഐ കുഡ് വിച്ച് വാസ് നോട്ട് മച്ച്. ഐ ഡിഡ് ഡാഷ് ഐ കുഡ് വിച്ച് വാസ് നോട്ട് മച്ച് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. ഐ ഡിഡ്, ഞാൻ ചെയ്തു അല്ലെ? അപ്പൊ ഞാൻ ചെയ്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു ഐഡിയയാണ് കുറിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്തത് എന്നും പറയുമ്പോൾ അത് ഒരു ഐഡിയ അല്ലെ? ഒരു ഐഡിയ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഐഡിയാസ് ആണ് നമുക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വാട്ട് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യേണ്ടത് ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെയ്ത കാര്യമാണ് അല്ലേ? നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തു എന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ വാട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഐ ഡിഡ് വാട്ട് ഐ കുഡ്. ഐ ഡിഡ് വാട്ട് ഐ കുഡ് വിച്ച് വാസ് നോട്ട് മച്ച് എന്നുള്ളതാണ് വരിക കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അതൊന്നുകൂടെ നമ്മുടെ മൈൻഡിൽ കയറ്റിയതിന് ശേഷം നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ? ഹി ഹാസ് ബ്രോട്ട് ദ പെൻ. അവിടെ ദ പെൻ അതായത് ഒരു തിങ്ങോ ഒരു ആനിമലോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് വിച്ചും യൂസ് ചെയ്യാം, ദാറ്റും യൂസ് ചെയ്യാം. പിന്നെ ഒരു തിങ് ഉണ്ട്, ഒരു സാധനമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രിപ്പോസിഷനും കൂടെ ഉണ്ടെങ്കിൽ എന്ത് മാത്രമേ പറ്റത്തുള്ളൂ? വിച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു പ്ലേസ് ആണ് വരുന്നതെങ്കിലോ അവിടെ വേർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഐ ഡിഡ് അതായത് ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ആണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ വാട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ ആൻസർ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾക്കൊന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. തന്നിരിക്കുന്നത് ആദ്യം, ദിസ് ഈസ് ദ ഡോഗ് ഐ ബോട്ട് യെസ്റ്റർഡേ. ദിസ് ഈസ് ദ ഡോഗ് ഐ ബോട്ട് യെസ്റ്റർഡേ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ദിസ് ഈസ് ദ ഡോഗ്. അപ്പൊ ഇതെന്താണ്? ഒരു ആനിമൽ ആണ് അല്ലേ? ഒരു ആനിമൽ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു തിങ് ഒരു സാധനം അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഒന്നുകിൽ വിച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാ ഉള്ളത്? വിച്ച് ഉണ്ടോ? ഇല്ല. സോ നമ്മുടെ ഓപ്ഷൻ എന്താ? ദാറ്റ് ആണ് ഉള്ളത്. സോ നമ്മുടെ ആൻസർ ദാറ്റ് ആണ്. ദിസ് ഇസ് ദ ഡോഗ് ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ എന്നാണ് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു തിങ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിച്ചോ ദാറ്റോ യൂസ് ചെയ്യാം. നമ്മുടെ ഓപ്ഷനിൽ എന്തേ ഉള്ളൂ? ഇതെല്ലാം PYQ ആണ് കേട്ടോ. ഓപ്ഷനിൽ എന്തേ ഉള്ളൂ? ദാറ്റ് ആണുള്ളത്. സോ നമ്മുടെ ആൻസർ ദാറ്റ് ആണ്. കിട്ടിയല്ലോ? യെസ്. അപ്പോൾ ആനിമൽ അല്ലെങ്കിൽ തിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദാറ്റ് അല്ലെങ്കിൽ വിച്ച് ആണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ഓപ്ഷനിൽ ദാറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മളത് ചൂസ് ചെയ്തു. അടുത്ത ചോദ്യം, ദിസ് ഇസ് ദ മാർക്കറ്റ് ഡാഷ് ദ വെജിറ്റബിൾസ് ആർ സോൾഡ്. ദിസ് ഇസ് ദ മാർക്കറ്റ് ഡാഷ് ദ വെജിറ്റബിൾസ് ആർ സോൾഡ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ദിസ് ഇസ് ദ മാർക്കറ്റ്. ഇതൊരു മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്ഥലമല്ലേ, ഒരു പ്ലേസ് ആണ്. അപ്പം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേസാ. പ്ലേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ? വേർ അല്ലേ? എവിടെ എന്നുള്ള അർത്ഥത്തിൽ വേർ മാത്രമാണ്. അപ്പൊ ദിസ് ഈസ് ദ മാർക്കറ്റ് വേർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. വേർ മാത്രമായിരിക്കും അല്ലെ? വിച്ച് ദാറ്റ് വിത്തൊന്നും വരില്ല. പ്ലേസിന്റെ കൂടെ എന്ത് മാത്രമേ വരുള്ളൂ? വേർ മാത്രമേ വരുള്ളൂ. ഓക്കെ അല്ലേ? ഈസി അല്ലേ? ആൻസർ കിട്ടിയില്ലേ? അടുത്തത്, ദിസ് ഈസ് ദ ഹൗസ്
ഡാഷ് മൈ പാരൻസ് ലീവ്ഡ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഇതേ ഹൗസ് തന്നെ നിങ്ങൾക്ക് പണി തരും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് PYQ ആണ് രണ്ടും. ഇനി വരുന്ന ക്വസ്റ്റ്യനും ശ്രദ്ധിച്ചോളൂ. ദിസ് ഈസ് ദ ഹൗസ് ഡാഷ് മൈ പാരൻസ് ലീവ്ഡ്. ഇത് ഒരു വീടാണ് അല്ലേ, ഇവിടെയാണ് എൻ്റെ പാരൻസ് ജീവിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ ഹൗസ്, അതെന്താ ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. എൻ്റെ പാരൻസ് ജീവിച്ചിരുന്ന സ്ഥലമാണ് ഈ വീടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്ലേസ് ആയിട്ടാണ് ഇവിടെ ഹൗസ് പറയുന്നത്. സോ അതിന് മുൻപിൽ അതെന്താണ് വരിക, പ്ലേസ് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞു പ്ലേസിൻ്റെ കൂടെ വേർ ആണ് വരിക. സോ ഇവിടുത്തെ ആൻസർ വേർ ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോ, ദിസ് ഈസ് ദ ഹൗസ് മൈ പാരൻസ് ലീവ്ഡ്. പാരൻസ് ജീവിച്ച സ്ഥലമാണ് അല്ലേ, ഈ വീട്ടിലാണ് എൻ്റെ പാരൻസ് ജീവിച്ചതെന്ന് പറയുമ്പോൾ അതൊരു പ്ലേസ് ആയിട്ടാണ് അവിടെ കണക്കാക്കിയിട്ടുള്ളത്. സോ വേർ വന്നു. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. I will show you a house that you can buy എന്നാണ് അല്ലേ. I will show you a house you can buy എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, ഞാൻ നിങ്ങൾക്കൊരു വീട് കാണിച്ചു തരാം അല്ലേ, അത് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു വസ്തു എന്നുള്ള രീതിയിലല്ലേ ഇവിടെ അല്ലേ. I will show you a house എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു വസ്തുവായിട്ടാണ് നമ്മൾ ഈ വീടിനെ കാണുന്നത്. നിങ്ങൾക്ക് വാങ്ങാൻ, നമ്മൾ വാങ്ങിക്കുന്നത് എന്താ, ഒരു സാധനമല്ലേ വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഹൗസിനെ നമ്മളൊരു തിങ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഒരു തിങ് അല്ലെങ്കിൽ ആനിമൽ ആണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുക, വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പം നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം, വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഓപ്ഷനിൽ ഓപ്ഷൻ ഡി വിച്ച് മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിച്ച്. മനസ്സിലായോ? അവിടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഹൗസ്, ദിസ് ഈസ് ദ ഹൗസ് ഡാഷ് മൈ പാരൻസ് ലീവ്ഡ്. ഇവിടെയാണ് എൻ്റെ അമ്മയും അച്ഛനും പാരൻസ് ജീവിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ അതൊരു പ്ലേസ് ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഐ വിൽ ഷോ യു എ ഹൗസ് യു ക്യാൻ ബൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു വസ്തു എന്നുള്ള രീതിയിലാണ്, ഒരു സാധനമായിട്ടാണ് അവിടെ നമ്മൾ ഹൗസിനെ കൺസിഡർ ചെയ്തത്. സോ അവിടുത്തെ ആൻസർ എന്താ, വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആണ് വരേണ്ടത്. നമ്മുടെ ഓപ്ഷനിൽ വിച്ച് മാത്രമേ ഉള്ളൂ. സോ ഉത്തരം വിച്ച് ആയിരിക്കും. ഇവിടെയും നമുക്ക് വേർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഹൗസ് എന്ന് കാണുമ്പോൾ പ്ലേസ് അല്ലേ എന്ന് വിചാരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ദ പെൻ വിത്ത് ഡാഷ് ഐ റോട്ട് ദ ലെറ്റർ ഈസ് ഓൺ ദ ടേബിൾ. ഓക്കെ, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ. ദ പെൻ വിത്ത് ഡാഷ് ഐ റോട്ട് ദ ലെറ്റർ ഈസ് ഓൺ ദി ടേബിൾ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് വരിക, ദ പെൻ വിത്ത്. നിങ്ങൾ നോക്കുമ്പോൾ ദ പെൻ എന്ന് പറയുന്നത് ഒരു തിങ് അല്ലേ, ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ എന്ത് വരും, ദാറ്റ് അല്ലെങ്കിൽ വിച്ച് വരും എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് പോകും. പക്ഷേ ഈ പെന്ന് കഴിഞ്ഞിട്ട് എന്തുണ്ട്, വിത്ത് എന്ന് പറയുന്നത് എന്താ, ഒരു പ്രിപ്പോസിഷൻ ആണ് അല്ലേ. വിത്ത് എന്ന് പറയുന്നത് എന്താ, ഒരു പ്രിപ്പോസിഷൻ. അപ്പോൾ ഒരു സാധനത്തിൻ്റെ കൂടെ, ഒരു തിങ്ങിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, വിച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഒരു തിങ്ങിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വിച്ച് മാത്രം. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, വിച്ച് ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഐ സേ ഡാഷ് ഐ മീൻ. ഇതൊക്കെ ഇംഗ്ലീഷ് അത്യാവശ്യം അറിയുന്നവർക്കാണെങ്കിൽ ഇത് ഊഹിച്ചൊക്കെ എഴുതാൻ വേണ്ടി പറ്റും. ഒട്ടും അറിയാത്തവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഐ സേ ഡാഷ് ഐ മീൻ. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ഐ സേ ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു അല്ലേ, ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു, അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ഒരു ഐഡിയ, അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. സോ ഐ സേ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഐഡിയ ആണ് വരുന്നത്. ഐഡിയ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, വാട്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, ഐ സേ വാട്ട് ഐ മീൻ. ഐ സേ വാട്ട് ഐ മീൻ എന്നാണ് വരിക. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, വാട്ട് ആണ് വരിക. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യമല്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയോ? ഇത്രയും ക്വസ്റ്റ്യൻസ്, വിച്ച് എങ്ങനെയാണ്, വാട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ദാറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കിട്ടിയില്ലേ? ഇനി നമുക്ക് ദാറ്റിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ, അതായത് കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞതല്ലാതെ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ, പക്ഷെ അവിടെയൊക്കെ നമുക്ക് ദാറ്റ് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷനാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഒരു തിങ്ങും അതിൻ്റെ കൂടെ പ്രിപ്പോസിഷനും വന്നാൽ നമുക്ക് വിച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞല്ലേ. അതുപോലെ ദാറ്റ് മാത്രം യൂസ് ചെയ്യേണ്ട ചില സന്ദർഭങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുക. ഷീ ഈസ് ദ ഫൈനസ്റ്റ് വുമൺ ഡാഷ് എവർ ലീവ്ഡ്. ഇപ്പം നമ്മൾ സാധാരണ രീതിയിലാണ് ഇത് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഷീ ഈസ് ദ ഫൈനസ്റ്റ് വുമൺ, ഇവിടെ ഒരു എന്താണ്, പേഴ്സൺ ആണ് വരുന്നത് അല്ലേ.
അപ്പോൾ ഷീ ഈസ് ദ ഫൈനസ്റ്റ് വുമൺ. പേഴ്സൺ നമുക്ക് വന്നു, പേഴ്സൺ ഉണ്ട്, ഇവിടെ എവർ ലീവ്ഡ് എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ട്. അപ്പോൾ പേഴ്സണും വെർബും കൂടെ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്രകാരം നിങ്ങൾക്ക് ആൻസർ പോകുന്നത് ഹൂ എന്നതിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു തെറ്റ് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഷീ ഈസ് ദ ഫൈനസ്റ്റ് വുമൺ എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണും വെർബും മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ, ഈ ഫൈനസ്റ്റ് എന്ന് പറയുന്നതിനെ കൺസിഡർ ചെയ്യണം. എന്താ ഫൈനസ്റ്റിന്റെ പ്രത്യേകത? അതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്, അല്ലേ? സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഈ ഡിഗ്രി ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അത് ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, EST ഫോമിൽ വരുന്ന വേർഡ്സ്. ഓക്കെ, ഫൈനസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ESTയിൽ അവസാനിക്കുന്നത്, അല്ലേ? ബെസ്റ്റ് ESTയിൽ അവസാനിക്കുന്നത്. അങ്ങനെ ESTയിൽ അവസാനിക്കുന്ന വേർഡ്സ്, അല്ലെങ്കിൽ ചില വേർഡ്സിന്റെ കൂടെ മോസ്റ്റ് എന്നുണ്ടാവും, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായി? അവിടെ മോസ്റ്റ് വന്നു, അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന മോസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ ESTയിൽ അവസാനിക്കുന്ന വാക്കുകൾ ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? അവിടെ പേഴ്സണോ വെർബോ ഒന്നും നിങ്ങൾ നോക്കരുത്, വേഗം പോയിട്ട് ദാറ്റ് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഫൈനസ്റ്റ് EST, അതായത് നമ്മുടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മുടെ സെന്റൻസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, EST ഫോം അല്ലെങ്കിൽ മോസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? ദാറ്റ് ആണ്. കിട്ടിയോ? ഇതാണ് ഒന്നാമത്തെ കേസ്. മനസ്സിലായോ? EST ഫോം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദാറ്റ് ആണ്. ഒന്നാമത്തെ കേസാണ്, നോട്ട് ചെയ്ത് വെച്ചല്ലോ. യെസ്, അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ നമ്മൾ ദാറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് സൂപ്പർലേറ്റീവ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക, EST ഫോം അല്ലെങ്കിൽ മോസ്റ്റ് ചേർത്തിട്ടുള്ള വാക്കുകൾ കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ അതൊരു സെൻറ്റൻസിലുണ്ടോ അവിടെ ദാറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അടുത്ത കേസ് നോക്കിക്കേ. ഹി ഈസ് ദ സെയിം പേഴ്സൺ ഡാഷ് യു സെർച്ച്ഡ് ഫോർ. ഹി ഈസ് ദ സെയിം പേഴ്സൺ ഡാഷ് യു സെർച്ച്ഡ് ഫോർ. എന്താണ് ഇവിടെ പ്രത്യേകത? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ആണെങ്കിൽ ഇവിടെ പേഴ്സൺ ആണ്, ഇവിടെ പ്രൊനൗൺ ആണ്, അല്ലേ? പേഴ്സൺ, അത് കഴിഞ്ഞ് പ്രൊനൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ ഹൂം യൂസ് ചെയ്യും എന്നാണ് ഇന്നലെ പഠിച്ചത്, അല്ലേ? ആ ഒരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവിടെ സെയിം എന്ന് പറയുന്ന ഒരു വേർഡ് കിടക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ പേഴ്സൺ ഉണ്ട്, പ്രൊനൗൺ ഉണ്ട്, ഹൂമിലോട്ട് പോവാം. പക്ഷേ അവിടെ ഹൂം ഉണ്ടാവും ഓപ്ഷനിൽ, തെറ്റിക്കരുത്. അപ്പോൾ ഇവിടെ സെയിം എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ. എന്താ ഈ വേർഡിന്റെ പ്രത്യേകത? ഈ സെയിം എന്ന് പറയുന്ന വേർഡിന് മാത്രമല്ല വേറെയും കുറച്ച് വേർഡ്സ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. സെയിം, ഓൺലി, അല്ലെങ്കിൽ അതുപോലെ മച്ച്, ഓൾ, ലിറ്റിൽ, അതുപോലെ എവറിത്തിങ്, എനി, നോ, നൺ, നത്തിങ്. ഇത്രയും വാക്കുകളുണ്ട്. അതുപോലെ ഫ്യൂ, ഇത്രയും വാക്കുകളുണ്ട്. ഇത്രയും വാക്കുകൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടോ? അവിടെ നമുക്ക് കണ്ണും പൂട്ടി എന്തെഴുതാം? ദാറ്റ് എന്നെഴുതാം. അപ്പോൾ ഇത്രയും വാക്കുകൾ കാണാതെ പഠിച്ച് വെക്കണോ ടീച്ചറെ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം ഈ വാക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഫ്യൂ സൊമാലിയൻ എന്നോർത്ത് വെച്ചാൽ മതി. എന്താണ്? ഫ്യൂ സൊമാലിയൻ. ഈ എന്നിനൊരു പ്രത്യേകത, ഇവിടെ ഒരു ക്യൂബും കൂടെ ഉണ്ടെന്ന് ഓർത്താൽ മതി. ഫ്യൂ സൊമാലിയൻ എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഫ്യൂ സൊമാലിയൻ. അപ്പോൾ ഫ്യൂ സൊമാലിയൻ. അപ്പോൾ ആദ്യത്തെ വാക്ക് എന്താ? ഫ്യൂ. അപ്പോൾ ഫ്യൂ നമുക്ക് കിട്ടിയതേ, ഇവിടെ ഫ്യൂ കിടക്കുന്നുണ്ട്. ഇനി അടുത്തത് ഫ്യൂ നമ്മൾ പഠിച്ചു. ഇനി എസ് ഫോർ സെയിം. ഇനി ഓ ഫോർ ഓൺലി. എം ഫോർ മച്ച്. എ ഫോർ ഓൾ. എൽ ഫോർ ലിറ്റിൽ. ഇ ഫോർ എവറിത്തിങ്. ദെൻ അടുത്ത ഒരു എ ഉണ്ട്, അത് എനി. ദെൻ എൻ ക്യൂബ്. എന്താ എൻ ക്യൂബ്? നോ, നൺ, നത്തിങ്. 3 എണ്ണം ഉണ്ട്, അതാണ് എൻ ക്യൂബ്. അപ്പോൾ ഫ്യൂ സൊമാലിയൻ, ആ എന്നിൽ ക്യൂബ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക, അത്രയും ഓർക്കുക. അപ്പോൾ ഇത്രയും വാക്കുകൾ നിങ്ങളുടെ സെൻറ്റൻസിലുണ്ടോ അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ദാറ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊരു എക്സെപ്ഷൻ കേസാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഉപയോഗിക്കേണ്ട 2 സിറ്റുവേഷൻ നമ്മൾ പഠിച്ചു. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഇവിടെ EST ഫോം വന്നിട്ടുണ്ടെങ്കിൽ, സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ നമ്മൾ ദാറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇവിടെ പറഞ്ഞത് ഫ്യൂ സൊമാലിയൻ എന്ന് പറയുന്നതിൽ ഉള്ള വേർഡ്സ് ഫ്യൂ, സെയിം, ഓൺലി, മച്ച്, ഓൾ, ലിറ്റിൽ, എവറിത്തിങ്, അതുപോലെ തന്നെ എന്താ? നണ്ണ്, നോ, നത്തിങ്. ഇങ്ങനെയുള്ള വേർഡ്സിൻ്റെയൊക്കെ
വന്നിട്ടുണ്ടെങ്കിൽ സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മാത്രമേ നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 2 കേസ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ബോയ് ആൻഡ് ഹിസ് ഗോട്ട് ഡാഷ് ഐ സോ യെസ്റ്റർഡേ ഹാവ് ബീൻ കിഡ്നാപ്ഡ്. അപ്പോൾ തന്നിരിക്കുന്നത് നോക്കിയേ, ദ ബോയ് ആൻഡ് ഹിസ് ഗോട്ട് ഡാഷ് ഐ സോ യെസ്റ്റർഡേ ഹാവ് ബീൻ കിഡ്നാപ്ഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അവസാനം ഹിസ് ഗോട്ട് ആണ്. അപ്പോൾ അനിമലാണ് വന്നിരിക്കുന്നത്. അനിമൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വിച്ചും ഉപയോഗിക്കാം, ദാറ്റും ഉപയോഗിക്കാം. അപ്പം അങ്ങനെ രണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ആനിമലിന് തൊട്ട് മുൻപ് ആരുണ്ട്? ദ ബോയ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട് അല്ലേ? അപ്പം ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ആദ്യം വന്നിരിക്കുന്നത് ഒരു പേഴ്സൺ ആണ്. ആ പേഴ്സന്റെ കൂടെ എന്തും വന്നിട്ടുണ്ട്? ഒരു ആനിമൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു പേഴ്സന്റെ കൂടെ ആനിമൽ അല്ലെങ്കിൽ ഒരു തിങ് ആവാം കേട്ടോ. ഓക്കെ, പേഴ്സന്റെ കൂടെ ഒരു ആനിമലോ തിങ്ങോ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ എന്തേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ദാറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ആദ്യം ആനിമൽ ഇവിടെ വരണം, അതിൻ്റെ തൊട്ട് പുറകിൽ പേഴ്സണും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് മാത്രം യൂസ് ചെയ്യാം? ദാറ്റ് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ദ ബോയ് ആൻഡ് ഹിസ് ഗോട്ട് ദാറ്റ് ഐ സോ യെസ്റ്റർഡേ ഹാവ് ബീൻ കിഡ്നാപ്ഡ്. അല്ലാതെ ഇവിടെ വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ, അനിമൽ ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോകും. ഒരു പേഴ്സണും പിന്നെ ഒരു അനിമലും കൂടെ ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദാറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തിങ് ആവാം, പേഴ്സണും തിങ്ങും കൂടെ ചേർത്ത് പറഞ്ഞാലും ദാറ്റ് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ അല്ലേ? ഈ കേസും പഠിച്ചല്ലോ. ഓക്കെ, ഇനി അപ്പോൾ ഇത് കേസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. എന്തൊക്കെയായിരുന്നു 3 കേസുകൾ ആലോചിച്ചോളൂ. EST ഫോം വന്നാൽ ദാറ്റ്, സെയിം, അതുപോലെ തന്നെ ഓൺലി, മച്ച് അങ്ങനെയുള്ള വേർഡ്സ് വന്നാൽ, ഫ്യൂ, സൊമാലിയൻ എന്ന് പറയുന്നതിലുള്ള വർക്കുകൾ വന്നു കഴിഞ്ഞാൽ ദാറ്റേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരു പേഴ്സണും അതിൻ്റെ കൂടെ ഒരു അനിമൽ അല്ലെങ്കിൽ തിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ സിറ്റുവേഷൻസ് വരുന്ന കുറച്ച് PYQ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ എടുത്ത് പറഞ്ഞു തരുന്നതും PYQs ആണ് കേട്ടോ, മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഭാഗത്ത് വരുന്ന PYQ ആണ് നോക്കുന്നത്. ദ ഗേൾ ആൻഡ് ദ ഡോഗ് ഡാഷ് entered the house are known to me. The girl and the dog dash entered the house are known to me. ഇവിടെ എന്താ വരുന്നത്? കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദ ഡോഗ് എന്ന് പറയുന്ന ഒരു ആനിമൽ ഉണ്ട്, ഇവിടെ തൊട്ട് മുൻപ് ഒരു പേഴ്സണും ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യം ഒരു പേഴ്സൺ വന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആനിമൽ വന്നു. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ദാറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ നമ്മുടെ ആൻസർ ദാറ്റ് ആണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ, മാൻ ഈസ് ദ ഓൺലി അനിമൽ ഡാഷ് ക്യാൻ ലാഫ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓപ്ഷനിൽ പലതും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ആനിമൽ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വിച്ചും ദാറ്റും ഒക്കെ നമുക്ക് ഓപ്ഷനായിട്ട് വരും. പക്ഷെ ഇവിടെ ഓൺലി എന്ന് പറയുന്ന വേർഡ് ഉണ്ട്. നമ്മുടെ സൊമാലിയൻ, ഫ്യൂ സൊമാലിയനിൽ SO എന്ന് പറയുന്ന ഓൺലി ആണ് അല്ലേ? അപ്പോൾ ആ ഓൺലി ഉണ്ട് ഇവിടെ. അപ്പോൾ എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? വിച്ചൊന്നും പറയാൻ പാടില്ല, ദാറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ ഡാഷ് ഈസ് അവൈലബിൾ. ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ ബെസ്റ്റ് ഉണ്ടല്ലേ? ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് ബെസ്റ്റ്. EST ഫോം അല്ലേ കിടക്കുന്നത്? അപ്പോൾ EST ഫോം വന്നാൽ പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട, ഇവിടെ ദാറ്റ് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ദാറ്റ്. അപ്പോൾ ബെസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവിടെ ദാറ്റ് എഴുതിയെന്നുള്ളത് മനസ്സിലാവണം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിക്കോളും. അടുത്തത്, ഓൾ ഡാഷ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയും, കാരണം ഇതൊരു പ്രൊവേർബാണ് അല്ലേ, ഒരു പഴഞ്ചൊല്ലാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷിലുള്ളൊരു വേർഷനാണ്. ഓൾ ദ ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്, അത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് അവിടെ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്, അപ്പോൾ എന്തുകൊണ്ട് അവിടെ ദാറ്റ് നമ്മൾ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾ ഉണ്ട് ഇവിടെ അല്ലേ? നമ്മൾ ഫ്യൂ സൊമാലിയൻ എന്ന് പഠിച്ചതിൽ SOMA, ആദ്യത്തെ A എന്താ? ഓളാണ്. ആ ഓൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ദാറ്റ് യൂസ് ചെയ്യുന്നത്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ? യെസ്, അത് ഈ ഒരു റൂൾ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എഴുതാം, കാരണം അതൊരു പ്രൊവേർബ് ആയതുകൊണ്ട്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് ഡാഷ് വി ക്യാൻ ഡു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇവിടെ ഒരു തിങ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ വിച്ചും എന്താണെന്നും ഉപയോഗിക്കാൻ പാടില്ല. ബെസ്റ്റ് എന്നുണ്ട്. അപ്പോൾ EST ഫോം ആയതുകൊണ്ട് എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ദാറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത്, രേഖ ആൻഡ് ഹെർ പെറ്റ് ഡാഷ് ആർ ഓൾവേസ് സീൻ ടുഗെദർ. രേഖ ആൻഡ് ഹെർ പെറ്റ് ഡാഷ് ആർ ഓൾവേസ് സീൻ ടുഗെദർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഹെർ പെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആനിമൽ ഉണ്ട്,
ദെൻ ഇവിടെ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പേഴ്സൺ പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആനിമലോ തിങ്ങോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാത്രമേ പറ്റത്തുള്ളൂ? ദാറ്റ് മാത്രം അല്ലേ? അപ്പോൾ ഇവിടെ ദാറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നതിൻ്റെ ക്ലാസ്. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ നമ്മൾ 2 ക്ലാസ് കൊണ്ടാണ് തീർത്തത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൂ, ഹൂം, ഹൂസ്, ഈ ക്ലാസ്സിൽ നമ്മൾ ദാറ്റ്, വിച്ച്, വാട്ട്, ഇതിൻ്റെ എല്ലാം റൂൾസ് നമ്മൾ പറഞ്ഞ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ അതൊക്കെ അങ്ങ് എഴുതി വെച്ചേക്കുക, റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയല്ലോ, മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.